A+ട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പ്രയോജനപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചിട്ടുള്ള വിവരമാണ് നൽകുന്നത്. നമ്മളെല്ലാം മനുഷ്യരാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം. നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന അപകടത്തിൽ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടേക്കാം, ഇല്ലെങ്കിൽ പൂർണ്ണമായോ ഭാഗികമായോ നമുക്ക് ഡിസബിലിറ്റി അഥവാ അംഗവൈകല്യം സംഭവിച്ചേക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ഗുണപ്രദമാകുന്ന ഒന്നാണ് ഈ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഈ ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ ചെറിയ തുകയ്ക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമാകും എന്ന് പലർക്കും അറിയില്ല. നിസ്സാര കാര്യങ്ങൾ കൊണ്ടും സമയക്കുറവ് കൊണ്ടും ഉദാസീനത കൊണ്ടും പലരും ഈ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എടുക്കാറില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് നൽകുന്ന ഏറ്റവും നല്ല ഉപദേശങ്ങളിൽ ഒന്നാണ്, നിശ്ചയമായും നിങ്ങൾ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഈ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് വെറും 399 രൂപ വർഷത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്കടച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകാം, ഇനി താഴെ പറയുന്ന തരത്തിൽ ഉണ്ടാകാവുന്ന ഏതവസ്ഥയ്ക്കും നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടും. എല്ലാത്തിനും അല്ല, നിങ്ങൾ ഓർക്കുക, ചില കാര്യങ്ങളിൽ 10 ലക്ഷം രൂപ വരെ കിട്ടും, മറ്റ് ചില കാര്യങ്ങളിൽ ആനുപാതികമായ തുകയും ഈ ആക്സിഡൻറ്റ് ഇൻഷുറൻസിൻ്റെ ഭാഗമായി ലഭിക്കും. നമുക്ക് ഇന്ത്യ പോസ്റ്റ്, അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി ലഭിക്കുന്ന ഈ ആനുകൂല്യത്തിന് നമുക്ക് തികച്ചും സുരക്ഷിതമായ നിലയിൽ തന്നെ തുക അടയ്ക്കാനും തുക ലഭിക്കാനും കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് വർഷത്തിലൊരിക്കൽ 399 രൂപ അടച്ചാൽ കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി വിവരിക്കുന്നുണ്ട്. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം ഇതിൽ ചേരുമ്പോൾ മുടക്കേണ്ട തുക 399 രൂപയുടെ പ്രീമിയവും ആ വർഷത്തെ നിങ്ങൾ ചേരുന്ന വർഷത്തെ ഇൻഷുറൻസ് പ്രീമിയവും 200 രൂപ വൺ ടൈം രജിസ്ട്രേഷനും നിങ്ങൾ നടത്താനുണ്ട്. അതായത് 500 രൂപ 599 രൂപ ആദ്യം നിങ്ങൾ അടയ്ക്കണം. ഇത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇൻഷുറൻസിൻ്റെ ഭാഗമായി നിങ്ങൾ മാറുന്നു. മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഓർക്കുക, നിങ്ങൾ ആക്സിഡൻറ്റ് മുഖേന നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആശ്രിതർക്ക്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ ആനുകൂല്യമായിരിക്കും ലഭിക്കുക. ഇനി ഭാഗികമായോ പൂർണ്ണമായോ അംഗവൈകല്യം സംഭവിച്ചാൽ അതിനും 10 ലക്ഷം രൂപ കിട്ടും എന്ന് മറക്കാതിരിക്കുക. പെർമനൻ്റ് ഓർ പാർഷ്യൽ ഡിസബിലിറ്റീസിനാണ് ഈ 10 ലക്ഷം രൂപ മരണാനന്തര സഹായം എന്നുള്ളതിന് ഉപരിയായി കിട്ടുക എന്നുള്ളതാണ്. അതായത് ആശ്രിതർക്ക് 10 ലക്ഷം കിട്ടുന്നത് ഈ ഇൻഷുറൻസ് എടുത്ത വ്യക്തി മരണപ്പെട്ടാൽ ലഭിക്കുന്നു. ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് പെർമനൻ്റായോ പാർഷ്യലായോ ഡിസബിലിറ്റി ഉണ്ടായാൽ അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ ലഭിക്കുകയും ചെയ്യും. ഇതിന് അംഗവൈകല്യം സംഭവിച്ചാലും പക്ഷാഘാതം സംഭവിച്ചാലും ഈ തുക കിട്ടുമെന്നുള്ളതാണ് ഈ ഇൻഷുറൻസ് പോളിസിയുടെ ഒരു പ്രത്യേകത. ഇനി അപകടം സംഭവിച്ചു, അദ്ദേഹത്തിനെ കിടത്തി ചികിത്സിക്കുക വേണ്ടി വരികയാണെങ്കിൽ 60,000 രൂപ വരെയുള്ള ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. ഇനി കിടത്തി ചികിത്സ വേണ്ട എന്നുള്ളതെങ്കിൽ, അതായത് ചികിത്സ വേണം പക്ഷേ ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കേണ്ട കാര്യമില്ല എന്നുണ്ടെങ്കിലും 30,000 രൂപ വരെയുള്ള ആനുകൂല്യം ലഭിക്കും എന്നുള്ളതും ഈ പദ്ധതിയെ ആകർഷണീയമാക്കുന്നുണ്ട്. ആശുപത്രി ചെലവിൻ്റെ കാര്യം നോക്കാം. 10 ദിവസം വരെ ആശുപത്രി ചെലവിനായി ദിനം പ്രതി ഓരോ ദിവസവും 1000 രൂപയുടെ ഒരു അലവൻസും ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് ലഭിക്കും. മരിക്കുന്നതിന് മുമ്പ് അപകടത്തിൽ മരിക്കുന്നവരുടേതായ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനായി 1 ലക്ഷം രൂപ ഒരു കുടുംബത്തിലെ 2 കുട്ടികൾക്ക് ലഭിക്കുകയും ചെയ്യും.
അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ, ഈ ഇൻഷുറൻസ് എടുത്ത വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യമാണ് 1,00,000 രൂപ. അത് 2 പേർക്ക് ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മറ്റൊന്ന്, മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി 5,000 രൂപയുടെ ഒരു പ്രത്യേക ആനുകൂല്യം ഉണ്ട്. മൃതദേഹം കൊണ്ടുപോകാൻ ആശുപത്രിയിൽ നിന്നോ അപകടം നടന്ന സ്ഥലത്തു നിന്നോ നമുക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ 25,000 രൂപയുടെ ഈ ആനുകൂല്യവും ലഭിക്കും. ഡെഡ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചിലവാണ്. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആധാർ കാർഡ് ഉണ്ടാകണം. നിങ്ങൾക്ക് ആധാർ കാർഡുമായി നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള സഹായം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. പാൻ കാർഡ് വേണം, ഇമെയിൽ ID ഉണ്ടായിരിക്കണം, മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം. ഈ ചേരുമ്പോൾ മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTPയുടെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിക്കാനുള്ളത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പ്രായപൂർത്തിയായ ഒരാളിന് മാത്രമേ ഇതിന് ചേരാൻ കഴിയുകയുള്ളൂ. 65 വയസ്സുവരെ ഉള്ളവർക്ക് മാത്രമേ ഈ പോളിസിയിൽ ചേരാൻ ഉള്ള ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രദ്ധയിൽ വെക്കുക. അതായത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഉപഭോക്താക്കൾക്ക് മാത്രമേ ഇതിൽ ചേരാൻ കഴിയുകയുള്ളൂ. അതിനാൽ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഈ അക്കൗണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രേഖകൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് തുടങ്ങാൻ കഴിയും എന്ന് ഓർത്തിരിക്കുക. ഇത്രയുമാണ് പ്രധാനമായും നിങ്ങൾ ഈ പദ്ധതിയെക്കുറിച്ച് അറിയേണ്ട വിവരങ്ങൾ. ഞാൻ ഒരിക്കൽ കൂടി ശുപാർശ ചെയ്യുന്നു, 399 രൂപ മുടക്കി നിങ്ങൾ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി എന്ന പോസ്റ്റ് ഓഫീസിൻ്റെ പോളിസിയിൽ നിങ്ങൾ ചേരാൻ മടി കാട്ടാതിരിക്കുക. ഇതുപോലെ 299 രൂപയുടെ മറ്റൊരു പദ്ധതിയും ഈ പോസ്റ്റ് ഓഫീസിൽ ഉണ്ട്. അതും ഒരു ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് തന്നെയാണ്. പ്രീമിയം തുക കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ സംബന്ധിച്ച് മറ്റൊരു എപ്പിസോഡിൽ വിവരിക്കുന്നതാണ്. ഇത്തരം വിവരങ്ങളെല്ലാം A+2ൻ്റെ തുടർ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അപേക്ഷ. നന്ദി.